ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒറ്റപ്പെടലാണ്. അതിനുവേണ്ടി ദൈവം എന്നെ ഒരുക്കിയ ആ കൃപയ്ക്ക് ദൈവത്തോട് ആദ്യമായി നന്ദി പറയുന്നു. പ്രിയമുള്ളവർ, ഒറ്റപ്പെടൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ആ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ, അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗൗരവം എന്തുവാണെന്ന് മനസ്സിലാവും. പലരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ, പലയിടത്തും ഒറ്റപ്പെടലിൻ്റെ അനുഭവം നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ, അവിടെയെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മെ താങ്ങി നടത്തി പരിപാലിക്കുന്ന ആ കൃപയ്ക്കായി നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് അടുക്കാം. ഒറ്റപ്പെടലില്ല, നമുക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവം, നമ്മെ കൈവിടാത്ത ദൈവമുണ്ട്. ആ ദൈവത്തിലോട് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പറയാം, ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് അമ്മേ സ്തോത്രം. നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തപ്പെട്ടു. ആ ദൈവത്തിൻ്റെ പാദപീടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്ന വിധങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. പലപ്പോഴും പല ഒറ്റപ്പെടലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാ ആത്മീയ ജീവിതത്തിലായാലും ഭൗതികമായിട്ടുള്ള ജീവിതത്തിലായാലും അവിടെയെല്ലാം നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നമ്മെ കൈവിടത്തില്ല. അവൻ നമ്മെ ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും അവിടെയെല്ലാം നമുക്ക് താങ്ങും തണലുമായി കൂടെയിരിക്കും. നമ്മെ നടത്തുന്ന ഒരു പൊന്നു കരമുണ്ട്. ആ കരത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാം. അവൻ്റെ കരവലയത്തിൽ നാം സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ മുൻപിൽ അവനെ സമീപിക്കുന്നുവെങ്കിൽ മറ്റ് മനുഷ്യരെല്ലാം നമ്മളെ കൈവിടും. അവരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തും. എന്നാൽ ഒറ്റപ്പെടുത്താത്ത സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിലൂടെ നമുക്ക് ചേർന്നിരിക്കാം. ഈ ലോകം നമുക്ക് ശാശ്വതമായതല്ല. അവർ പലപ്പോഴും നമ്മെ ഏകാന്തതയിലൂടെ അതുപോലെ നമ്മെ മാറ്റി നിർത്തും. നമ്മെ പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രം അവർ ചേർത്ത് നിർത്തും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. ദൈവം ആരെയും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവൻ നമുക്ക് തുണയായി, നമുക്ക് കാവലായി പരിപാലിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അവൻ നമ്മെ കൈവിടത്തില്ല. പലപ്പോഴും കണ്ണുനീർ താഴ്വരയിൽ കൂടി നടന്നാലും ഒരർത്ഥവും നീ ഭയപ്പെടുകയില്ല. തിരുവചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണുനീർ നാം എന്തിനു വേണ്ടി ഒഴുക്കുന്നു അതിനെല്ലാം മറുപടിയുണ്ട്. ആ മറുപടി തരുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ ആരൊറ്റപ്പെടുത്തുന്നു അവിടെയൊക്കെ അവരോട് പകരം ചോദിക്കാതെ പറയാതെ എന്നാൽ ദൈവസന്നിധാനത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തലുകളുടെ ഭാരവുമായി കടന്നു ചെന്നാൽ, അല്ല ഏകാന്തമായി നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് മറുപടി തരുന്ന കർത്താവാണ്. അവനിൽ നമുക്ക് ആശ്രയിച്ച് നാം മുന്നേറുമ്പോൾ അവൻ നമ്മെ മാനിക്കും. ദേശത്തിൻ്റെ നടുവിൽ നമ്മെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നമ്മെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ്റെ കരുണയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അവനിൽ ആശ്രയിക്കാം. അവനിൽ ബലം പകരാം. സഹായകനായി മറ്റാരും കൂടെ ഇല്ലെങ്കിലും സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട് ഉയരത്തിൽ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നാം മുന്നേറുന്നുവെങ്കിൽ അവൻ നമ്മെ ജീവനുള്ള കാലത്തോളം നമ്മെ ഒറ്റപ്പെടുത്താതെ നമുക്ക് താങ്ങായി തണലായി കൂട്ടായി കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പലപ്പോഴും നമ്മെ പലരും നിന്ദിച്ചേക്കാം. ഒറ്റപ്പെടുത്തലുകളെന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നതല്ല. എല്ലാവരും നമ്മെ മാറ്റി നിർത്തുമ്പോൾ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ പാതപീടെ നമുക്കായിരിക്കാം. അത് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇത്രയും ഒരു സമയം എൻ്റെ ദൈവത്തിന് വേണ്ടി ലഭിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ ചെറിയ ചിന്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആമേൻ. സ്തോത്രം.